അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദു വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന നബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും ഉത്തമ ഗുണങ്ങളുള്ള നല്ല മനുഷ്യരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ ആരംഭിക്കുകയാണ്. റമദാൻ ആരംഭിക്കുന്നതിൻ്റെ മുൻപായി പതിവ് പോലെ, ആണ്ടറുതി പോലെ നമ്മുടെ സമുദായത്തിൽ മാസപ്പിറവി വിവാദവും വരികയാണ്. കാണണോ, നോക്കണോ, കടപ്പുറത്ത് പോകണോ, കാലിമാരുറപ്പിക്കണോ എന്നിങ്ങനെ തുടങ്ങി വലിയ ചർച്ചകൾ. ഇതെല്ലാ വർഷവും ആരംഭിക്കുന്ന ചർച്ചകളാണ്, എല്ലാ വർഷവും ആവർത്തിക്കുന്നതുമാണ്. ഒരു കാതി പറയും കണ്ടു, മറ്റേ കാതി പറയും കണ്ടില്ല, സാക്ഷികളുണ്ട്, സാക്ഷികളില്ല, ഒന്നാണ്, ഒന്നല്ല എന്നിങ്ങനെ പറയും. ഇക്കാര്യം ഒരു ആലോചനാ വിഷയമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നാണ്. ഈ ചർച്ചകൾ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? മാസം കാണുക, കാണാതിരിക്കുക, പെരുന്നാൾ ഉറപ്പിക്കുക, ഉറപ്പിക്കാതിരിക്കുക, കാലികൾ, എന്തോ ആവട്ടെ. പക്ഷേ പൊതുസമൂഹത്തിന് ഈ തർക്കങ്ങളും ചർച്ചകളും നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ് ഇന്ന് നാം ആലോചിക്കുന്നത്. ഒരു സമുദായം, ഒരു സമൂഹം മനുഷ്യർക്കിടയിൽ ജീവിക്കുന്നവരാണ്. അവരല്ലാത്ത, അവരുടെ ഘടനയിൽ ഇല്ലാത്ത ധാരാളം ആളുകൾ ചുറ്റുഭാഗത്തുമുണ്ട്. നാം ഓരോരുത്തരും എന്താണ് ചർച്ച ചെയ്യുന്നത്, എന്താണ് പഠിക്കുന്നത്, എന്താണ് പറയുന്നത് എന്ന് നിരന്തരമായി നിരീക്ഷിക്കുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിൻ്റെ മുന്നിൽ നിരന്തരം അപഹാസ്യരാകാൻ വിധിക്കപ്പെട്ടവരായി ഈ സമുദായം മാറുകയാണ് ഇത്തരം ചർച്ചകളിലൂടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തിലേതെങ്കിലും ഒരു സമൂഹം ഡേറ്റിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്നതായിട്ട് മുസ്ലിങ്ങളല്ലാത്ത മറ്റൊരു സമൂഹത്തെ കാണിച്ചു തരാൻ ഒക്കുമോ? നാളെ മാർച്ച് 9-ാം തീയതിയാണ്, അല്ല നാളെ മാർച്ച് 8-ാം തീയതിയാണ് എന്ന് തർക്കിക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടർ, അല്ലെങ്കിൽ നാളെ കുംഭമാസം ഇത്രാം തീയതിയാണ്, അല്ല ഇത്രാം തീയതിയാണ് എന്ന് തർക്കിക്കുന്നവർ. ലോകത്ത് ഡേറ്റിനെക്കുറിച്ച് തർക്കിക്കുന്ന മറ്റൊരു സമൂഹമില്ല. കാരണം ഡേറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഒരു ഡേക്ക് ഒരു ഡേറ്റ്, ഇതാണ് അതിൻ്റെ ലോജിക്ക്. ഒരു ഡേ ഒരു ഡേറ്റ്. തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുമ്പോൾ ഒരു ഡേറ്റ് സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുന്നു. ഇന്ന് വെള്ളിയാഴ്ച മാർച്ച് 8, 2024. ഈ വെള്ളിയാഴ്ച എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മാർച്ച് 8 ആരംഭിക്കുന്നുണ്ട്. ഇങ്ങനെ വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നിടത്തൊക്കെ മാർച്ച് 8 സ്റ്റാർട്ട് ചെയ്ത് വെള്ളിയാഴ്ച എൻഡ് ചെയ്യുമ്പോൾ മാർച്ച് 8 എൻഡ് ആവുന്നു. ഇതാണ് അതിൻ്റെ ലോജിക്ക്. ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഡേറ്റ് ആരംഭിക്കുന്നു, ഒരു ഡേ അവസാനിക്കുമ്പോൾ ഒരു ഡേറ്റ് അവസാനിക്കുന്നു. ഇത് വളരെ സിമ്പിളായ ഒരു ലോജിക്കാണ്. പക്ഷേ ഈ കൗമിന് മാത്രം അതില്ല. അത് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3 ഡേറ്റ് ആരംഭിക്കുന്നു. ചില ആളുകൾക്ക് റമദാൻ 1, ചില ആളുകൾക്ക് ഷാബാൻ 30, ചില ആളുകൾക്ക് ഷാബാൻ 29. ഇങ്ങനെ ഒരു ഡേക്ക് 3 ഡേറ്റ് കൊണ്ടു നടക്കുന്ന ഒരേ ഒരു ടീമേ ലോകത്തുള്ളൂ. അവരുടെ പേര് മുസ്ലിങ്ങളെന്നാണ്. ഇത് അപഹാസ്യതയല്ലെങ്കിൽ മറ്റെന്താണ്? മറ്റുള്ളവർക്ക് ചിരിക്കാൻ വക നൽകുന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നേരെ തിരിച്ചാലോചിച്ച് നോക്കൂ. ഇന്ന് തിങ്കളാഴ്ചയാണെന്നൊരു കൂട്ടർ, അല്ല ഇന്ന് ഞായറാഴ്ചയാണെന്നൊരു കൂട്ടർ, ഇന്ന് ചൊവ്വാഴ്ചയാണെന്നൊരു കൂട്ടർ പറയുന്നു എന്ന് വെക്കുക. എന്തായിരിക്കും അവരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? എന്നിട്ട് അതിനു വേണ്ടി അവർ തർക്കിക്കുന്നു.
പേജുകളിൽ ലേഖനം എഴുതുന്നു, പ്രസംഗിക്കുന്നു, ഇന്ന് തിങ്കളാണ് അല്ല ചൊവ്വയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതേ അവസ്ഥയിലാണ് ഈ സമുദായം ഉള്ളത്, അവർ നോക്കിക്കാണുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നറിയാമോ? ശാസ്ത്രീയമായി കാര്യങ്ങളെ മനസ്സിലാക്കുന്നിടത്ത്, ശാസ്ത്രീയമായി കാര്യങ്ങൾ വിലയിരുത്തുന്നിടത്ത് മുസ്ലിം സമൂഹം വളരെ പിറകിലാണ് എന്നുള്ളത് കൊണ്ടാണത്. ശാസ്ത്രമെന്തോ ഇസ്ലാമിന് പുറത്തുള്ളൊരു സംഗതിയാണ്, ഇസ്ലാമിന് വിരുദ്ധമായൊരു കാര്യമാണ് എന്ന് ഇവർ വിചാരിച്ചു വെച്ചിരിക്കും. നമ്മെ നയിക്കുന്ന പണ്ഡിതന്മാരും നമ്മെ നയിക്കുന്ന നേതാക്കളും ശാസ്ത്രമെന്ന് പറയുന്നത് മറ്റെന്തോ ആണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നു. ശാസ്ത്രവുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. ശാസ്ത്രജ്ഞർ ഇസ്ലാമിന് പുറത്താണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് അല്ല, ഒരു ടെക്നോ വിദഗ്ധനാണ്. അദ്ദേഹം ഒരു സാങ്കേതിക വിദഗ്ധനാണ്. അതായത് അദ്ദേഹം നമ്മുടെ ഇന്ത്യയിൽ റോക്കറ്റുകളൊക്കെ ഉണ്ടാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു പ്രതിഭാശാലിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗത ഇസ്ലാം മുസ്ലിം പണ്ഡിതന്മാരാരും അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം ശാസ്ത്രജ്ഞനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ വക്താവാണ്, മതത്തിന് പുറത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതിന് APJ അബ്ദുൽ കലാമിൻ്റെ മാത്രം കാര്യമല്ല, ലോകത്ത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ പുറത്താക്കപ്പെട്ടവരാണ്. അവർക്ക് ഇതിൻ്റെ അകത്തൊരു സ്പേസ് ഇല്ലാത്ത, സ്ഥാനമില്ലാത്ത അവസ്ഥയാണുള്ളത്. പറയുമ്പോൾ വലിയ വർത്താനമൊക്കെ പറയും. ഇബ്നു സീന അവിസന്ന മുസ്ലിമായിരുന്നു എന്ന് പറയും. അവിസന്നയുടെ അവസ്ഥ എന്തായിരുന്നു? അവിസന്ന പുറത്താക്കപ്പെട്ട ആളാണ്, സിന്ദീഖായിരുന്നു, മതപരിത്യാഗിയായി പ്രഖ്യാപിക്കപ്പെട്ട ആളാണ്. ഈ ചരിത്രം മൂടി വെച്ചുകൊണ്ടാണ് ഇന്ന് അവിസന്നയെ ഇവർ കൊണ്ടു നടക്കുന്നത്. അതുപോലെ പഴയകാല ശാസ്ത്രജ്ഞന്മാരെന്ന് പറഞ്ഞ് ഇന്ന് കൊട്ടിഘോഷിക്കുന്നവരുണ്ടല്ലോ, അവരൊക്കെ ഈ മതാത് കാലത്ത് പാരമ്പര്യ പണ്ഡിതന്മാരാലും പാരമ്പര്യ മുസ്ലിങ്ങളാലും ബഹിഷ്കരിക്കപ്പെട്ടവരായിരുന്നു. എന്ന് വെച്ചാൽ ഒരു കാലത്തും ശാസ്ത്രത്തെ ഈ മുഖ്യധാരാ സമൂഹം അംഗീകരിച്ചിരുന്നില്ല, ഇന്നുമില്ല. അക്കാരണത്താലാണ് മുസ്ലിങ്ങളിൽ പ്രതിഭാശാലികളായ, നല്ല ബുദ്ധിയുള്ള, നല്ല ചിന്താശേഷിയുള്ള, ഒരുപാട് കഴിവുകളുള്ള ധാരാളം ആളുകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്. പക്ഷേ അവരൊന്നും എവിടെയും എത്താതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അതിന് പ്രോത്സാഹനം നൽകുന്ന ഒരു സമീപനമല്ല നമ്മുടെ മതപരിസരത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഒരു ശാസ്ത്രജ്ഞനെ വളർത്തുക, ഒരു ശാസ്ത്രജ്ഞനെ ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെ മനുഷ്യ സമൂഹത്തിനും സമുദായത്തിനുമെല്ലാം ഗുണകരമായ ഒരു സൃഷ്ടി ഉണ്ടാക്കുക, ഒരു സൃഷ്ടി നടത്തുക, ഇത് ഈ സമുദായത്തിൻ്റെ ലക്ഷ്യമേ അല്ല. കുറേ മതജീവികളുണ്ടാക്കുക, വലിയ തലപ്പാവുള്ള, വലിയ താടിയുള്ള, നിസ്കാരത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും അവിടെയുള്ള ഹൂറിമാരെക്കുറിച്ചും ആ ഹൂറിമാരുടെ അങ്കലാവണ്യത്തെക്കുറിച്ചൊക്കെ വാദോരാതെ പ്രസംഗിക്കുന്ന ഒരുപാട് പ്രസംഗകരെ ഉണ്ടാക്കുക. എന്നിട്ട് യൂട്യൂബിലൂടെയും പബ്ലിക് മീഡിയകളിലൂടെയും ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുക, ഇങ്ങനെ പ്രസംഗ തൊഴിലാളികൾ ഉണ്ടാക്കുക. ഒരു പള്ളിയും ഒരു പള്ളി കമ്മിറ്റിയും ഒരു ശാസ്ത്രജ്ഞനെ ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നില്ല. നിങ്ങൾ പറയൂ, എത്ര നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞരുണ്ട് മുസ്ലിം സമുദായത്തിൽ? ഇല്ല. കാരണം ബുദ്ധിയില്ലാത്തവരാണോ? അല്ല. എല്ലാവർക്കും ഉള്ളതുപോലുള്ള ബുദ്ധി, തലച്ചോറ് മുസ്ലിം സമുദായത്തിൽ പിറക്കുന്ന കുട്ടിക്കുണ്ട്. പിന്നെന്തുകൊണ്ടാ? ഹറാം, അത് ഹറാം, ഇത് ഹറാം, അങ്ങോട്ട് നോക്കരുത്, തുടരുത്, ഹറാം, ചിത്രം വരക്കരുത്, അതിന് ജീവൻ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഹറാമിൽ മൂടി ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് എന്താണ്? കുറച്ചു കാലം സ്കൂളിൽ പഠിക്കും, കോളേജിൽ പഠിക്കും, എന്നിട്ട് ഒരു കമ്പനിയിൽ ജോലിക്കങ്ങ് കയറും, തീർന്നു. കുറച്ച് പണം ഉണ്ടാക്കും, കഴിഞ്ഞു. വലിയ വീട് വെക്കും, വലിയൊരു വണ്ടി എടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും, വലിയ കല്യാണം നടത്തും, ഉഷാർ, വിജയിച്ചു. പ്രതിഭാശാലികളാണ് നമ്മുടെ ചെറുപ്പക്കാർ, ബുദ്ധിയുള്ളവരാണ്. അവരെ സമൂഹത്തിന്, ലോകത്തിന് ഗുണകരമാകുന്ന വിധം വളർത്താൻ ഈ മതം കൊണ്ടു നടക്കുന്ന ആളുകൾ സമ്മതിക്കില്ല. സൗകര്യങ്ങളില്ലാഞ്ഞിട്ടാണോ? 52 രാഷ്ട്രങ്ങളുണ്ട് മുസ്ലിങ്ങൾക്ക്, പെട്രോ ഡോളറുകളുണ്ട്. ലോകത്തെണ്ണം പറഞ്ഞ കോടീശ്വരന്മാരൊക്കെയും മുസ്ലിങ്ങളാണ്. എന്നിട്ടോ ബിരിയാണി വെക്കും, പുതിയ പുതിയ ബിരിയാണികൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഇങ്ങനെ സുഖിച്ചും ഭുജിച്ചും ഉണ്ണണമെന്നും ഉറങ്ങണമെന്നും എന്ന് കവി പറഞ്ഞതുപോലെ ഇത് മാത്രമാണ്, മറ്റൊന്നുമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കഴിവില്ലാത്തവരല്ല, മറിച്ച് നമ്മുടെ നേതൃത്വം അങ്ങനെയാണ്, പണ്ഡിതന്മാരങ്ങനെയാണ്. നിസ്കാരത്തിൻ്റെ ഫർദും ഷർത്തും സുന്നത്തും ഹൈഹാത്തും മബാദും പറഞ്ഞ് 1500 കൊല്ലമായി നിസ്കാരത്തിൻ്റെ ഫർദും സുന്നത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഹൈദും നിഫാസും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വുളുവും കുളിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തീർന്നിട്ടില്ല, തീരില്ല. ഇങ്ങനെ നിരന്തരമായി
ഒരു സമൂഹത്തെ ഷണ്ഡീകരിച്ച് ഉറക്കിക്കിടത്തുക എന്നുള്ള ധർമ്മമാണ് നമ്മുടെ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകളൊക്കെയും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അക്കാരണത്താലാണ് ഇന്നും മാസപ്പിറവി നമുക്കൊരു തർക്ക വിഷയമായി തീരുന്നത്. ക്ലോക്ക് കണ്ടെത്തി, വാച്ചുണ്ടായി, ആ വാച്ച് നോക്കിയിട്ട് വാങ്ക് വിളിക്കാൻ നമ്മൾ പഠിച്ചു. പക്ഷേ മാസം ഉറപ്പിക്കണമെങ്കിൽ ഇപ്പോഴും കാലിയാർ മാനത്ത് നോക്കണം. എന്തുകൊണ്ട്? ശാസ്ത്രം മതവിരുദ്ധമാണ്. ഇതാണ് ഇവരുടെ ധാരണ, ശാസ്ത്രം മതവിരുദ്ധമാണ്. പണ്ടുണ്ടായിരുന്ന കഥ പറഞ്ഞിട്ടെന്താ കാര്യം? ബഷീർ പറഞ്ഞ പോലെ എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. ഉപ്പൂപ്പാക്ക് ആന ഉണ്ടായിട്ട് കാര്യമുണ്ടോ? നിനക്കൊരു കുഴിയാനയെങ്കിലും ഉണ്ടോ? ഒരു കുഴിയാനയെങ്കിലും ഉണ്ടോ? ഇതാണ് ചോദ്യം. നിലവിൽ എന്ത് ചെയ്യുന്നു? നിർമ്മാണാത്മകമായ കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചിട്ട് കാലമെത്രയായി? ലോകത്തെണ്ണം പറഞ്ഞ സാഹിത്യകാരന്മാരുടെ കൂട്ടത്തിലൊരു മുസ്ലിമിൻ്റെ പേരെണ്ണാൻ പറ്റുമോ? ലോകത്തെണ്ണം പറഞ്ഞ കവികളുടെ കൂട്ടത്തിലൊരു മുസ്ലിമിൻ്റെ പേരുണ്ടോ? ലോകത്തെണ്ണം പറഞ്ഞ ശാസ്ത്രകാരന്മാരുടെ കൂട്ടത്തിലൊരു മുസ്ലിമിൻ്റെ പേരുണ്ടോ? എന്തുകൊണ്ടാണ്? വിഡ്ഢികളായിട്ടാണോ ജനിക്കുന്നത്? അല്ലേ അല്ല. പിന്നെ എന്തുകൊണ്ടില്ല? ഈ മതം കൊണ്ട് നടക്കുന്നവർ അത്തരത്തിലുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഒന്നും പ്രവർത്തിക്കുന്നില്ല. കുറേ അറബി കോളേജുകൾ, ഒരുപാട് മദ്രസകൾ, കോടിക്കണക്കിന് രൂപകൾ അതിനു വേണ്ടി ചിലവഴിക്കുന്നു. എന്നിട്ട് അറബി കോളേജിൽ നിന്ന് ഇറങ്ങുന്ന പ്രൊഡക്റ്റുകളൊക്കെ എന്താണ്? തർക്കിക്കുക. ഓൻ കാഫിറാണ്, ഇവൻ കാഫിറാണ്, ഇവൻ കാഫിറാണ്, അവൻ അരഫിറാണ്. ഇങ്ങനെ കാഫിറും അരഫിറും ഫുൾഫിറും ആക്കിയിട്ട് മനുഷ്യ സമൂഹത്തെ വേർതിരിക്കുകയും ഭേദങ്ങൾ കൽപ്പിക്കുകയും ചെയ്യുന്ന വിവരദോഷികളെ ഉൽപ്പാദിപ്പിക്കുന്ന ആലയങ്ങൾ കോടികൾ കൊടുത്തുണ്ടാക്കുന്നു നമ്മൾ. ഒരു ശാസ്ത്രജ്ഞനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല, ഒരു സാഹിത്യകാരനെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എത്ര പ്രസിദ്ധീകരണങ്ങളാണ്? ഓരോ സംഘടനകൾക്കും 5-6 പ്രസിദ്ധീകരണങ്ങൾ, 100 കണക്കിന് പ്രസിദ്ധീകരണങ്ങളാണ് കേരളത്തിൽ മാത്രം ഓരോ ആഴ്ചയും മുസ്ലിങ്ങളുടെ സംഘടനകളിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. തർക്കങ്ങൾ, അവന് ഏത് ബോർഡറിലാണോ ഉള്ളത്, പുറത്തെത്തിയോ, എല്ലാം അകത്ത് കാല് വെച്ചിരിക്കുന്നോ, പകുതി അപ്പുറം ഇപ്പുറം ആണോ? ഇതാണ് ചർച്ച. രക്ഷയില്ല. ഇങ്ങനെ കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നു മുസ്ലിങ്ങൾ, മുസ്ലിം ചെറുപ്പക്കാരും അങ്ങനെയാണ്. ലോകത്തെണ്ണം പറഞ്ഞ സയൻറ്റിസ്റ്റുകളുടെ കൂട്ടത്തിൽ അത് മാത്രമല്ല, ജേർണലിസ്റ്റുകളുടെ കൂട്ടത്തിൽ. നിങ്ങൾ ഓരോന്നോരോന്ന് പരിശോധിച്ച് നോക്കൂ, ഓരോ മേഖലയും എടുത്തു നോക്കൂ. ശില്പികളുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടോ നല്ല ഗായകരും മറ്റും ഉണ്ടായിട്ടുണ്ട്. ഉള്ളിൽ വിരിയുന്ന സംഗീതത്തെ ഒതുക്കി നിർത്താൻ കഴിയാതെ മതത്തിൻ്റെ വിലക്കുകൾ, മതപണ്ഡിതന്മാരുടെ വിലക്കുകളൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് അവരവരുടെ ഉള്ളിലുള്ള സർഗാത്മകതയെ പുറത്തു കൊണ്ടുവരുന്നതിനാലാകണം. പക്ഷേ അവരൊന്നും മതത്തിനകത്തുണ്ടവരല്ല. ഇന്ത്യയിലെ നൗഷാദ് ഭായ് മതത്തിനകത്താണ് ഉണ്ടായിരുന്നത്. മുഹമ്മദ് റാഫിയെ ഏതെങ്കിലും പള്ളിക്കമ്മിറ്റി ആദരിച്ചിട്ടുണ്ടോ? മമ്മൂട്ടിയെ ഉൾക്കൊണ്ടിട്ടുണ്ടോ? നിങ്ങൾ പറയ്. കലാകാരന്മാർക്ക് ഈ മതത്തിനകത്ത് എന്ത് സ്ഥാനമാണുള്ളത്, എന്ത് ഇടമാണുള്ളത്? ഇവരൊക്കെ ധാർമ്മികതയില്ലാത്തവരാണോ? പള്ളിയിൽ നിൽക്കുന്ന ഖത്തീബിനേക്കാളും പണ്ഡിതൻ ഇപ്പറയപ്പെടുന്ന പണ്ഡിതന്മാരൊക്കെ ധാർമ്മികത ഉള്ളവരായിരുന്നു അവരിൽ പലരും, അല്ലേ? എവിടെയാണ് പ്രശ്നം? കലാകാരന്മാർക്കിടമില്ലാത്ത, ശാസ്ത്രജ്ഞന്മാർക്കിടമില്ലാത്ത, സർഗസിദ്ധിയുള്ളവർക്കിടമില്ലാത്ത ഒരു മതത്തെ എങ്ങനെയാണ് മാനവികമായ മതമെന്ന് പറയുക? ഈ സമൂഹത്തിന് എന്ത് ഗുണമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മനുഷ്യ സമൂഹത്തിന് എന്ത് നേട്ടമാണ്, നന്മയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തുൽപ്പന്നമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരു ക്ലീശ പറയട്ടെ, എപ്പോഴും എല്ലാവരും പറയാറില്ല, നിങ്ങൾ ധരിച്ചിരിക്കുന്ന കുപ്പായത്തിൻ്റെ കുടുക്കെങ്കിലും ആ ബട്ടണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ട് കാലമെത്രയായി? കണ്ടെത്തിയിട്ട് മറ്റുള്ളവരുണ്ടാക്കുന്നത് ഉപയോഗിക്കുക. ഒരു ചെറിയ വസ്തുവെങ്കിലും ഒന്ന് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഇവിടെ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ്. രാപ്പകലുകളുടെ വ്യത്യാസത്തിലും ഭൂമിയുടെ കറക്കത്തിലും ആകാശത്തിലുമെല്ലാം ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഈ ബുദ്ധി എന്ന് പറയുന്നത് മതബുദ്ധി മാത്രമല്ല, അത് ശാസ്ത്രബുദ്ധിയാണ്, ചിന്താശേഷിയാണ്. അത് രാവിലും പകലിലും പ്രപഞ്ചത്തിലുമെല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ പള്ളിയിലെ ഒരു ഖത്തീബ് ചെയ്യുന്നതിനേക്കാൾ വലിയ ധർമ്മമാണ് ഒരു ശാസ്ത്രജ്ഞൻ ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കണം. പള്ളിയിൽ ഉസ്താദ് ആലിമ്, അയാളെന്താ പഠിച്ചത്? ഒന്തയും മുത്തഫരിദും ഫത്തുൽ മൊയ്നും. പിന്നെയോ ശാസ്ത്രജ്ഞനോ? APJ അബ്ദുൽ കലാം. അയാൾ മതത്തിന് പുറത്ത്. APJ അബ്ദുൽ കലാം ഞാൻ ഉദാഹരണത്തിന് പറയാണ് കേട്ടോ. അയാൾ മതത്തിന് പുറത്ത്. ഇങ്ങനെയാണ്. പ്രകൃതിയിലേക്ക് നോക്കി, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. നിങ്ങളെന്താണ് ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുവെന്ന്? മൃഗങ്ങളെക്കുറിച്ച്, ജീവികളെക്കുറിച്ച്, പ്രാണികളെക്കുറിച്ച് പഠിക്കാൻ അള്ളാഹു പറയുന്നു.
ഒട്ടകത്തെ നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ഒട്ടകം എന്ന് പറയാനല്ല, പിന്നെയോ അതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ അല്ലാഹു തആല പറയുന്നത്. വഇലൽ ജിബാലി കൈഫ നുസിബത്, എങ്ങനെയാണ് ഈ പർവ്വതങ്ങൾ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ പഠിക്കുന്നില്ലേ? പർവ്വതങ്ങളെക്കുറിച്ച് പഠിക്കാൻ, ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ, ആകാശത്തെക്കുറിച്ച് പഠിക്കാൻ അള്ളാഹു പറയുന്നത് അതൊക്കെ മേലോട്ട് നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ മാത്രമല്ല, പിന്നെയോ അതിൻ്റെ രഹസ്യങ്ങളെ കണ്ടെത്താൻ, ഈ പ്രപഞ്ചത്തിൽ നിഗൂഢമായി കിടക്കുന്ന നിരവധി രഹസ്യങ്ങളെ ഡിസ്കവറി ചെയ്യാനാണ് അള്ളാഹു തആല പറയുന്നത്. ശാസ്ത്രത്തിൻ്റെ പണിയാണത്. അതാണ് കുളിയും ഉദവും മാത്രം പറയുന്ന മുസ്ലിയാർ ചെയ്യുന്നതിനേക്കാൾ 10 മടങ്ങ് സേവനമാണ് ഒരു ശാസ്ത്രജ്ഞൻ ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളെ അനാവരണം ചെയ്യുന്നയാൾ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ദുരന്തം അതാണ്. ഞാൻ താരതമ്യം ചെയ്യുകയാണെന്ന് വിചാരിക്കരുത്. ഈ ലോകത്ത് മൊത്തം മനുഷ്യരുടെ സംഖ്യയെ നോക്കിയാൽ അതിൻ്റെ 1% പോലും വരൂല യഹൂദർ, 1% പോലും വരൂല. മൊത്തം ജനസംഖ്യയുടെ ഏതാണ്ട് 10-20% വരും മുസ്ലിങ്ങൾ. നിങ്ങൾ പറയണം 10-15% എന്തായാലും വരും. ഈ 1% യഹൂദരും 15% മുസ്ലിങ്ങളും. യഹൂദർക്ക് ഒരു രാഷ്ട്രമാണുള്ളത്, ഇസ്രായേൽ. മുസ്ലിങ്ങൾക്ക് 52 രാഷ്ട്രങ്ങളുണ്ട്. ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ആൾബലമുണ്ട്, വിഭവങ്ങളുണ്ട്. നിങ്ങൾ പറയൂ, ഈ മനുഷ്യ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളവർ ഇന്നത്തെ കണക്കിൽ ആരായിരിക്കും? ഐൻസ്റ്റൈൻ ആരാണ്? നമ്മൾ ആലോചിച്ച് നോക്കൂ, ഐൻസ്റ്റൈൻ ആരായിരുന്നു? യഹൂദ വംശത്തിൽപ്പെട്ട ആളായിരുന്നു. ഐൻസ്റ്റൈൻ മാത്രമല്ല, അങ്ങനെയുള്ള നിരവധി ശാസ്ത്രജ്ഞർ, നൊബേൽ സമ്മാന ജേതാക്കളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുടെ മതം തിരിച്ച് കണക്കെടുത്താൽ അതിൽ ബഹുഭൂരിപക്ഷവും യഹൂദരാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവരുടെ സിനഗോഗുകൾ, അവിടുത്തെ റബ്ബിമാർ, അവരുടെ മതം ചെറുതിലെ കുട്ടികളെ ഇങ്ങനെ പരിശീലിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് അവരെ പഠിക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തുന്നതിൽ സഹായിച്ച് അവരെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ലോകത്ത് യഹൂദർ ഒരു അനിവാര്യമായി മാറിയിരിക്കുന്നു. യഹൂദരില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവർ സ്വയം വളർന്നിട്ടുണ്ട്. 1% മാത്രമുള്ളവർ, 1%-ത്തിൽ താഴെയുള്ളവർ. ഇനി നിങ്ങൾ പറയൂ, 15%-ലേറെയുള്ള മുസ്ലിം സമൂഹം, ഈ മുസ്ലിം സമൂഹം ലോകത്ത് നിന്ന് കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്യപ്പെട്ടു. മനുഷ്യ സമൂഹത്തിന് സംഭവിച്ച ഒരു ദുരന്തമെന്ന നിലയിൽ പലരും ദുഃഖിക്കുമെന്നല്ലാതെ പ്രത്യേകിച്ചൊരു നഷ്ടവും ഈ ലോകത്തുണ്ടാവില്ല. പിറ്റേന്നും പുഴയിലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. കാരണം നമ്മളൊന്നും ചെയ്യാത്തത് നൂറ്റാണ്ടുകളായി. ഇത് പറയുമ്പോൾ എൻ്റെ മേക്കിട്ട് കയറാൻ വരണ്ട. യഹൂദരെ പുകഴ്ത്തി പറഞ്ഞു, ഇസ്രായേലിൽ നിന്ന് കാശ് വാങ്ങിയെന്ന് പറയണ്ട. ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി പറയേണ്ടി വന്നതാണിത്. നിങ്ങൾ പറയൂ, എന്തിന് നാം ഈ ലോകത്ത്, എന്താണ് നമ്മുടെ സംഭാവന? എന്താണ് നാം നൽകിയ സംഭാവന? എന്താണ് ഈ ലോകത്തിന് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്? പണ്ടത്തെ കഥ പറയല്ല, ഇപ്പോൾ നാം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? അത് പറയൂ. അതിൻ്റെ കാരണം നമ്മുടെ പള്ളികളിൽ നിന്ന്, നമ്മുടെ മെമ്പറുകളിൽ നിന്ന്, നമ്മുടെ കേന്ദ്രങ്ങളിൽ നിന്ന് മനുഷ്യ സമൂഹത്തിന് ഉപകാരമായ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു ഡിസൈനിങ്ങുമില്ല, ഒരു പ്ലാനിങ്ങുമില്ല എന്നുള്ളതാണ്. ഇതാണ് വസ്തുത. ഇനിയെങ്കിലും മാറണം. ഞാൻ പറയുന്നു, ചെറുപ്പക്കാരികളോട് ഞാൻ പറയുന്നു, ഈ മതപൗരോഹിത്യത്തിൻ്റെ കെട്ട് പൊട്ടിച്ച് നിങ്ങൾ പുറത്തേക്ക് വരണം. ഈ ഹറാം പേടിയിൽ നിന്ന് നിങ്ങൾ മുക്തരാകണം. നിങ്ങൾ സ്വയം കണ്ടെത്തണം. ഞാൻ ഈ ലോകത്തൊരു മുദ്ര പതിപ്പിച്ചിട്ടേ പോകൂ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. പണമുണ്ടാക്കലല്ല ലക്ഷ്യം. വലിയ പണക്കാരനാകണം, വലിയ വീടുണ്ടാക്കണം, ഈ സ്വപ്നങ്ങളൊക്കെ ഇതൊന്നും അല്ല നിങ്ങളുടെ ലക്ഷ്യം. ഇതിനു വേണ്ടിയല്ല നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ലോകത്തിന് ഞാൻ അനിവാര്യമാകുന്ന വിധത്തിൽ, എൻ്റെ പേരോർമ്മിപ്പിക്കപ്പെടുന്ന വിധത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും. എനിക്ക് അള്ളാഹു ബുദ്ധി നൽകിയിട്ടുണ്ട്, ചിന്താശേഷി നൽകിയിട്ടുണ്ട്. ഞാൻ ഈ ലോകത്തിന് എന്തെങ്കിലും ഒരു സംഭാവന നൽകും. ഐസക് ന്യൂട്ടൻ ഭൂഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടെത്തിയതിന് ശേഷം ഈ ലോകത്തുണ്ടായ മാറ്റങ്ങൾ എത്ര വലുതാണ്. ഐൻസ്റ്റൈൻ്റെ കണ്ടെത്തലുകൾക്ക് ശേഷം ഈ ലോകത്ത് എന്തെന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടായി. ഐൻസ്റ്റൈനെ സ്മരിക്കാതെ ഒരു ദിവസം പുലരുമോ? ഐൻസ്റ്റൈനെ സ്മരിക്കാതെ നമുക്കൊരു ദിവസം അവസാനിക്കുമോ? ഇല്ലല്ലോ. ഇതുപോലെ എന്തുകൊണ്ട് നമുക്കും ആയിക്കൂടാ? ഈ മതപൗരോഹിത്യത്തിൻ്റെ ചങ്ങലകൾ നിങ്ങൾ പൊട്ടിക്കണം. അവർ ഉണ്ടാക്കിയിട്ടുള്ള കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടണം. അവരുണ്ടാക്കിയിട്ടുള്ള ഈ അവ്യക്തതകളിൽ നിന്ന് നിങ്ങൾ മോചനം നേടണം. എന്നിട്ട് പ്രത്യക്ഷമായ ലോകത്തേക്ക് വരൂ. ഈ എല്ലാ ചങ്ങലകളെയും പൊട്ടിച്ചെറിയൂ. എന്നിട്ട് നിങ്ങൾ സ്വന്തം തീരുമാനമെടുക്കണം. സ്വയം കണ്ടെത്താൻ തീരുമാനമെടുക്കണം. ആരെയാണ് ഭയപ്പെടുന്നത് നിങ്ങൾ? ഇവരാണോ സ്വർഗം തീരുമാനിക്കുന്നവർ? ഇവർ അള്ളാഹുവിൻ്റെ സെക്രട്ടറിമാരാണോ?
ഇനിയും മാസപ്പിറവിയിൽ ചർച്ച ചെയ്ത് കാലം കഴിക്കാനാണോ, ലോകത്ത് അപഹാസ്യരാകാനാണോ തീരുമാനം? ഇത്രയും വഷളായ ഒരു സമുദായം ഇല്ലെന്ന് ചരിത്രം വിധിയെഴുതും. വിഡ്ഢിവേഷം കെട്ടാൻ ഇനിയും നിങ്ങൾ തയ്യാറാകരുത്. ഈ മതത്തിൻ്റെ സൗകര്യത്തിൽ ജീവിച്ച് മതിച്ച് പുളക്കുന്ന പൗരോഹിത്യത്തിൻ്റെ മൂക്കിന് പിടിച്ച് ഇനി നിങ്ങൾ പറയരുത്, ഇനി നിങ്ങൾ ശാസ്ത്രത്തിനെതിരെ, ഇനി നിങ്ങൾ യുക്തിക്കെതിരെ, ഇനി നിങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിക്കെതിരെ പറയരുത് എന്ന് പറഞ്ഞു നിർത്താൻ വരുന്ന ഇളം തലമുറയ്ക്ക് സാധിക്കണം. മതമെന്ന് പറയുന്നത് മനുഷ്യന് സമാധാനം നൽകാനായിരിക്കണം, മനുഷ്യനെ പിൻവലിക്കാനാകരുത്. എത്ര കാലമായി നാം കാത്തിരിക്കുന്നു ഒരു പ്രതിഭയുടെ ഉദയത്തിന് വേണ്ടി. പക്ഷേ ഇവർ സമ്മതിക്കില്ല. നമ്മുടെ ഉമ്മമാരുടെ ഗർഭാശയം ശണ്ഡീകരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഗർഭാശയം ഇന്നും കാത്തിരിക്കുന്നുണ്ട് ഒരു പ്രതിഭയുടെ ബീജത്തിന് വേണ്ടി. അതിന് സാധ്യമാകണമെങ്കിൽ ഈ മതപൗരോഹിത്യം തീർത്തിട്ടുള്ള ചങ്ങനക്കെട്ടുകളിൽ നിന്ന് സ്വയം മുക്തരാകാൻ തയ്യാറാകണം. ആരും നിങ്ങൾക്ക് വേണ്ടി വരില്ല. നിങ്ങൾ സ്വയം തീരുമാനമെടുക്കുക തന്നെ വേണം. മതം ഒരു ഭാരമാകരുത്. മതം ചിറകുകളായിരിക്കണം, ആകാശത്തോളം പറന്നുയരാനുള്ള ചിറകുകൾ. അത് കാലിൽ ബന്ധിതമായ ചങ്ങലയാവരുത്. മതം ഒരു ശാപമാകരുത്, മതം ഒരു അനുഗ്രഹമായിരിക്കണം. മതം നിങ്ങളെ പിറകോട്ട് പിടിച്ചു വലിക്കുന്ന വിധ്വംസകമാകരുത്. മതം നിങ്ങളെ മുന്നോട്ട് തള്ളിവിടുന്ന ചാലകശക്തിയാകണം. അപ്പോഴാണ് മതം ഈ ലോകത്തിന് ഗുണകരമാകുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈനി സാഹിബിൽ ഹറമൈനി വബ്നി ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. ഇന്ന് മാർച്ച് 8-ാം തീയതി ലോകത്ത് എല്ലായിടത്തും ചില ദിവസങ്ങൾ വിശേഷാൽ ചില കാര്യങ്ങൾ ഓർമ്മിക്കുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. ചില ദിവസങ്ങൾ മാതൃ ദിവസമായി, ഗുരു ദിവസമായി, അതുപോലെ ക്യാൻസർ ദിനമായി, ഇങ്ങനെ പല മനുഷ്യാവകാശ ദിനമായിട്ടൊക്കെ നമ്മൾ ആചരിക്കാറുണ്ട്. ഇതുപോലെ മാർച്ച് മാസത്തിൽ ഒരു ദിവസം വനിതാ ദിനമായി ആചരിക്കപ്പെടുന്നു. വനിതാ ദിനം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൽ പുരുഷന്മാരുടെ അത്ര തന്നെ ഈ ലോകത്ത് അത്ഭുതകരമായ ബാലൻസിങ്ങോടുകൂടി അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യ സമൂഹത്തിലെ അവിഭാജ്യ ഘടകമാണ് സ്ത്രീ. പുരുഷനെപ്പോലെ തന്നെ ഒരു കുറവുമില്ലാതെ. പക്ഷേ ഇപ്പോഴും നമുക്കൊരു വനിതാ ദിനം ആചരിക്കേണ്ടി വരുന്നു. സ്ത്രീകളെക്കുറിച്ച് പറയാനും ഓർമ്മിക്കാനും എന്നുള്ളതൊക്കെ പരിഷ്കൃത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ്. മതങ്ങൾ സ്ത്രീകളെ മനുഷ്യനായിട്ട് പോലും അംഗീകരിക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. മുസ്ലിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ പള്ളികളിൽ സ്ത്രീകൾക്ക് പലപ്പോഴും പ്രവേശനം തന്നെയില്ല. യാത്രക്കാരികളായ സ്ത്രീകൾക്ക് പ്രവേശനം എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയാണ്. അത് വലിയൊരു ഔദാര്യം പോലെയാണ്. ഇനി സ്ത്രീകൾക്ക് പ്രവേശനമുള്ള പള്ളികളുടെ കഥ എന്താ? നമ്മുടെ പുരോഗമനക്കാരെന്നൊക്കെ പറയുന്നവരുടെ ഇടുങ്ങിയ വഴിയിലൂടെ ഇരുണ്ട ഒരു വാതിലിലൂടെ പ്രവേശിച്ച് അവർ മാത്രമുള്ള, വലിയ വൃത്തിയും പിടിപ്പൊന്നും ഉണ്ടാവില്ല, ഒരു ബാത്റൂം ഉണ്ടാകും. പുരുഷന്മാർക്ക് വലിയ വാതിൽ, വലിയ ഗേറ്റ്, ഒരുപാട് സൗകര്യങ്ങൾ. സ്ത്രീകൾക്കോ ഇടുങ്ങിയ വഴി, ഇടുങ്ങിയ വാതിൽ, സ്ത്രീകളുടെ വഴി എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും. പള്ളി പുരുഷൻ്റെതാണോ? അള്ളാഹു പുരുഷൻ്റെതാണോ? ഇപ്പോഴും സ്ത്രീകളുടെ വസ്ത്രത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. അവളുടെ മുടി ഔറത്താണോ, അവളുടെ പൊടി ഔറത്താണോ? ഇതൊക്കെയാണ് ചോദ്യം. ഇങ്ങനെ സ്ത്രീകൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് ഇത് മതത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ഇപ്പോഴും കയറാൻ പറ്റാത്ത മലകളുണ്ട് സ്ത്രീകൾക്ക്. പല മതങ്ങളിലും, എല്ലാ മതങ്ങളിലും ഉണ്ട്. രാഷ്ട്രീയത്തിലോ നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഒരു ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്നിട്ട് പാസ്സാകാതെ പോയൊരു ബില്ലുണ്ട്. 33% സംവരണം സ്ത്രീകൾക്ക് ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട്. 33% സംവരണം. ആർക്ക്? 50%-ത്തിലധികം വരുന്ന സ്ത്രീകൾക്ക് 33% സംവരണം. ആരാ കൊടുക്കുന്നത്? പുരുഷൻ അവൻ്റെ ഔദാര്യത്തോടെ കൊടുക്കുന്നു.
സ്ത്രീ പുരുഷൻ്റെ അത്ര തന്നെ ഉണ്ട് ഈ ലോകത്ത്. പക്ഷേ അവൾക്ക് 50%, 33%, അതും പാസ്സായില്ല, പാസ്സാകാതെ വിട്ടു. ഇപ്പം നമ്മുടെ കേരള നിയമസഭയിൽ 8% താഴെയാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യം. രാഷ്ട്രീയവും അതൊക്കെ വലിയ വർത്തമാനം പറയുമെങ്കിലും സ്ത്രീകളെ അരികുവൽക്കരിക്കുന്നതിൽ കാര്യമായി ഒരു സഹകരണ സംഘം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റേജിൽ ഒരു അവാർഡ് വാങ്ങാൻ വേണ്ടി കയറിയ കുട്ടിയെ ഇറക്കി വിടലാണ് മതം. നിന്ദിച്ച് അപമാനിച്ച് ഇറക്കി വിടലാണ് മതം. ഇറങ്ങിപ്പോന്ന് പറയലാണ് മതം. സ്വന്തം നിക്കാഹിന് സാക്ഷിയാകാൻ കഴിയാതെ വേദിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരലാണ് മതം. നീ സ്ത്രീയാണെന്ന് നിരന്തരമായി ഓർമ്മിപ്പിച്ച് അപമാനിക്കലാണ് മതം. അതാണ് രാഷ്ട്രീയം. ഇതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാണ് അള്ളാഹു സ്ത്രീകളുടേത് കൂടിയായി തീരുക? എന്നാണ് പള്ളി സ്ത്രീകളുടേത് കൂടിയായി തീരുക? എന്നാണ് ഖുർആൻ സ്ത്രീകളുടേത് കൂടിയായി തീരുക? എന്നാണ് ശബരിമല സ്ത്രീകളുടേത് കൂടിയായി തീരുക? എന്നാണ് പാർലമെൻറ്റും നിയമസഭയും സ്ത്രീകളുടേത് കൂടിയായി തീരുക? അന്നാണ് നമ്മൾ മനുഷ്യരായി തീരുക. അല്ലാതെ കപ്പട മീശ വെച്ച് നടക്കലല്ല മനുഷ്യത്വം, വർത്താനം പറയലല്ല മനുഷ്യത്വം. ഇത് അംഗീകരിക്കലാണ്. പുരുഷൻ്റെ അത്ര തന്നെയുള്ള സ്ത്രീകൾക്ക് ഔദാര്യം പോലെ വെച്ച് നീട്ടേണ്ടതല്ല. അത് അവളുടെ ജന്മനാ ഉള്ള അവകാശമാണ്. പുരുഷനെ പോലെ പള്ളിയിൽ കയറിപ്പോകാൻ, പുരുഷനെ പോലെ നിസ്കരിക്കാൻ, പുരുഷനെ പോലെ അഭിമാനത്തോടെ ഇറങ്ങി വരാൻ അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യമാണത്. അവൾക്ക് പർദ്ദ ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പർദ്ദ ധരിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളാരും ഔദാര്യം പോലെ കൊടുക്കേണ്ടതല്ല അത്. അവൾക്ക് പാട്ട് പാടാൻ സ്വാതന്ത്ര്യമുണ്ട്, അവൾക്ക് പ്രസംഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അവൾക്ക് എഴുതാൻ സ്വാതന്ത്ര്യമുണ്ട്, അവൾക്ക് സ്വയം ആവിഷ്കരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അവൾക്ക് ചിരിക്കാനും കരയാനും സ്വാതന്ത്ര്യമുണ്ട്, അവൾക്ക് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഇത് അവൾക്ക് അള്ളാഹു നൽകിയതാണ്. ഈ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല, സാധ്യമല്ല. ഇത് വകവെച്ച് കൊടുക്കുന്നതിൻ്റെ പേരാണ് മതം എന്ന് പറയുന്നത്. അത് വകവെച്ച് കൊടുക്കാതിരിക്കുന്നതിൻ്റെ പേര് തെമ്മാടിത്തമെന്നാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത്. പുരുഷൻ്റെ ഔദാര്യത്തിൽ ജീവിക്കേണ്ടവളല്ല സ്ത്രീ, സ്ത്രീയുടെ ഔദാര്യത്തിൽ ജീവിക്കേണ്ടവനല്ല പുരുഷൻ. രണ്ടുപേരും പരസ്പരം ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. ഒരേ ഡിഗ്നിറ്റിയോടെ, ഒരേ പദവിയോടെ, ഒരേ അന്തസ്സോടെ, ഒരേ അഭിമാനത്തോടെ ജീവിക്കേണ്ടവരാണ്. ഇത് മനസ്സിലാക്കുന്നതിൻ്റെ പേരാണ് മതം. ഇത് മനസ്സിലാക്കുന്നതിൻ്റെ പേരാണ് മനുഷ്യത്വം. ഇതില്ലാത്തത് പൈശാചികതയാണ്. ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഗൗരവത്തോടെ പറയേണ്ടതുള്ളതിനാൽ അതൊരു ഖുതുബയിൽ തന്നെ പറയാമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.